കൊച്ചി പള്ളുരുത്തിയിൽ ഹിജാബ് വിലക്കിയ സംഭവത്തിൽ സ്കൂൾ അധികൃതർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട്. വിദ്യാർത്ഥിയെ പുറത്താക്കിയത് വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ലംഘനമാണെന്നും എറണാകുളം വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ട്. എന്നാൽ സ്കൂൾ മാനേജ്മെന്റുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ സ്കൂൾ നിയമാവലി അനുസരിക്കാമെന്ന് രക്ഷിതാവ് അറിയിച്ചു. ഹിജാബ് വിവാദത്തിൽ പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂൾ മാനേജ്മെന്റിന് ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് എറണാകുളം വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കണ്ടെത്തൽ. മതാചാര സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായ നടപടിയാണ് ഉണ്ടായത്. വിദ്യാർത്ഥിനിയെ ശിരോവസ്ത്രം ധരിച്ച് തുടർ പഠനം നടത്താൻ സ്കൂൾ അനുമതി നൽകണമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശം. ശിരോവസ്ത്രത്തിന്റെ നിറവും ഡിസൈനും സ്കൂൾ അധികൃതർക്ക് തീരുമാനിക്കാമെന്നും വിദ്യാഭ്യാസ വകുപ്പ്. അതേസമയം നാളെ മുതൽ സ്കൂൾ നിയമാവലി അനുസരിച്ച് വിദ്യാർത്ഥിനി ക്ലാസ്സിലെത്തുമെന്ന് രക്ഷിതാവ് അറിയിച്ചു. ഇവിടെ പഠിക്കുന്ന പിള്ളേരെന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ തന്നെയാണ്. അവരുടെ വിദ്യാഭ്യാസം മുടക്കിക്കൊണ്ട് എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്? ഹൈബി ഈഡൻ എം പി, എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അനുനയ ചർച്ച നടത്തിയത്. എന്നാൽ വിഷയം പരിഹരിച്ചിട്ടും വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളിനെതിരെ കടുത്ത നിലപാടെടുത്തതിൽ പ്രതിഷേധവുമായി സ്കൂൾ അധികൃതരും രംഗത്തെത്തി. വിദ്യാഭ്യാസ മന്ത്രി എന്തുകൊണ്ടാണ് ഇതിനെ ഓവർ റൈഡ് ചെയ്ത് ഇത്തരത്തിലൊരു ഓർഡറിലേക്ക് പോയതെന്ന് എനിക്ക് അത്ഭുതം തോന്നുന്നു. വിഷയത്തിൽ തുടർ നടപടികൾ നാളെ തീരുമാനിക്കുമെന്ന് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു. റിപ്പോർട്ടർ, കൊച്ചി.